ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനിനെ തിരിച്ച് സ്റ്റാൻലിയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങാണ് ബാലചന്ദ്രൻ. എല്ലാവരുടെയും യാത്ര പറയുന്നുണ്ട്. ശേഷം ബാലചന്ദ്രൻ സ്റ്റാൻലിനെ വിളിക്കുകയാണ്. അതെ, ഞാൻ അലീനിനെ കൂട്ടിക്കൊണ്ട് ഇന്ന് വരണോന്ന് ആലോചിക്കണത്. ഇത് നിങ്ങൾക്ക് വേറെ അസൗകര്യമൊന്നുമില്ലല്ലോ. അലീനിനെ കൂട്ടി വരാനിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോകുന്നോളൂ. അല്ല, നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് സ്റ്റാൻലി മറുപടിയും കൊടുക്കുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ ബബിതക്കും ഒക്കെ ഭയങ്കര ദേഷ്യമായിട്ടോ. കാരണം അലീന പോകുവാണല്ലോ, അതിന്റെ ഒരു ദേഷ്യം ബബിതയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ആ സമയത്താണ് വൈജയന്തി ബബിതേനെ വിളിക്കുന്നത്. ആ നശിച്ചവൾ പോയോടി എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ട് ബബിത ചോദിക്കണ്ടേ, അല്ല അമ്മക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? അല്ല, അവളെ എങ്ങോട്ടേക്കാ പോകുന്നത്? അല്ല, അത് അമ്മക്കാരനിട്ട് എന്തിനാണ് എന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, വേറൊന്നിനും അല്ല, ഇനി ഏത് കുടുംബം കുട്ടിച്ചോറാക്കാനായിട്ടാണ് അവൾ പോകുന്നതെന്ന് അറിയാനായിട്ടാണ്. ഹോ, അമ്മ ഒരിക്കലും മാറില്ലല്ലേ അമ്മേ എന്ന് പറയാണ്. ഇല്ലടി, ഞാൻ മാറില്ല, നിങ്ങൾക്ക് ഇപ്പൊ അവള് മതിയല്ലോ അമ്മേ. അമ്മ മാത്രമുള്ളൂ അലിന ചേച്ചിക്ക് എതിരായിട്ട് പറയണത്. പിന്നെ മനുവേട്ടന്റെ അമ്മ, കമലാന്റി എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നല്ലതൊന്നും കണ്ട് ശീലമില്ല. പക്ഷെ അമ്മ, രണ്ടുപേരും ഒരേ സ്വഭാവം തന്നെ. ബാക്കി എല്ലാവരും അലിന ചേച്ചിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ തന്നെ അമ്മക്ക് ആലോചിച്ചൂടെ അമ്മ, അലിന ചേച്ചിയുടെ മഹത്വം എന്താണെന്ന്. ഇതേ നീ എന്റെ അവളുടെ മഹത്വം ഒന്നും പഠിപ്പിക്കണ്ട. അല്ല, അമ്മയുടെ ഉദ്ദേശം എന്താ? അലിന ചേച്ചി പോകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വരാനാണോ? പിന്നെ ഞാനിവിടെ പോവാനാ? അതെ, അമ്മ തിരിച്ചു വരുന്നതൊക്കെ കൊള്ളാം. വെറുതെ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കാനാ വരുന്നുണ്ടെങ്കിൽ അമ്മ വരാൻ നിൽക്കേണ്ട. ഓഹോ, നിനക്കൊക്കെ ഇപ്പൊ ഞാൻ എന്നെക്കാളും വലുത് നിന്റെ അച്ഛനും അവളൊക്കെയാണല്ലേ? അമ്മ, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും, മക്കളെല്ലാവരും ഒറ്റ കെട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കണത്. ആയിക്കോടി, എന്തായാലും ഇന്നത്തോടെ ആ നശിച്ചവള് പോയി കിട്ടുമല്ലോ. ഹോ, സമാധാനം. യാത്ര പറയാൻ വേണ്ടി ഇവിടേക്ക് വന്നിരുന്നു. അവളുടെ കരുണക്കുറ്റിക്കൊരു ഒറ്റ അഴിവെച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയണ്ട, അമ്മ ഫോൺ വെക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തിനു പറഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത ഫോൺ വെക്കാണ്. ശേഷം എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത് നമ്മുടെ അലീന പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കൃഷ്ണജ ഉറങ്ങുന്നേയില്ലട്ടോ രാത്രി. അപ്പൊ കൃഷ്ണജ ചോദിക്കണം, മോളെന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല ഉറക്കം വരുന്നില്ല എന്ന് പറയാണ്. ഞാൻ കൂടെ കിടക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന കൃഷ്ണജയുടെ കൂടെയാണ് കിടക്കുന്നത് കേട്ടോ. അത് നാളത്തെ എപ്പിസോഡാണ്. അങ്ങനെ കൃഷ്ണജ പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചേച്ചി, ഇനി ചേച്ചിനെ കെട്ടിപ്പിടിച്ച് എങ്ങനെ എനിക്ക് ഇതുപോലെ ഉറങ്ങാൻ പറ്റുക? മോളെ നോക്ക്, നിങ്ങൾ എൻ്റെ കൂടെപ്പിറപ്പാണ്, നിങ്ങളെ കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ വരും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വരും നിങ്ങളെ കാണാൻ, നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ കൂടെ 2-3 ദിവസം നിൽക്കും. അങ്ങനെയൊക്കെ നിന്നാലും ഞങ്ങളുടെ ചേച്ചിയായിട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റില്ലല്ലോ, ഏതു നേരവും കാണാൻ പറ്റില്ലല്ലോ. കോളേജിൽ പോകുമ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ഒന്നും ചേച്ചിനെ കാണാൻ പറ്റില്ലല്ലോ. മോളെ ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇതേ നോക്കും, ഇപ്പൊ കൂടെപ്പിറപ്പുകൾ ഒരാള് പുറത്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കാൻ പോകുമ്പോ ബാക്കി കൂടെപ്പിറപ്പുകൾ ഒരുമിച്ച് നിൽക്കുന്നില്ലേ? അങ്ങനെ കണ്ടാൽ മതി. നിന്റെ ചേച്ചിയെ ഹയർ സ്റ്റഡീസിനെ വേണ്ടിയിട്ട് പുറത്തെവിടെയോ പഠിക്കാൻ പോകുവാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വേഗം തന്നെ കൃഷ്ണച്ച അലീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ. അപ്പൊ അലീനെ പറയണ്ട്, നീ എന്റെ നിനക്ക് അറിയില്ലായിരുന്നു നിന്റെ ചേച്ചിയാണ് ഞാനെന്ന്. ആ സമയത്ത് പോലും നീ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു, ഇതൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല മോളെ എന്നൊക്കെ അലീനെ പറയണ്ട്. പെട്ടെന്നാണ് കഥകിൽ ഒരു മുട്ടുന്ന ഒച്ച കേൾക്കുന്നത്. ഓ, അച്ഛനാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് അലീന വാതിൽ തുറക്കുമ്പോൾ നോക്കുമ്പോൾ ദേവി നിൽക്കുന്നു ബബിത. കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടക്കാണല്ലേ, എന്നെ കൂട്ടാതെ എന്നെയും കൂടി കിടത്താവോ എന്ന് പറയുമ്പോഴേക്കും വാ മോളെ എന്ന് പറയണം. അങ്ങനെ ബബിതയും കൃഷ്ണജയും അതുപോലെ തന്നെ അലീനയും കൂടി ഒരുമിച്ച്, അതായത് അലീന പോകുമല്ലേ അതേ മുമ്പ് കൂടെ പേരപ്പുകൾ ഒരുമിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാട്ടോ. രോഹിത്തിന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. കാരണം നാളെ അലീന ചേച്ചി പോകുവാണ്. ഇനി അലീന ചേച്ചി എപ്പോഴാ വരിക എന്നൊക്കെ ആലോചിച്ച് ആകെ ഒരു ടെൻഷനിലാണ് നമ്മുടെ രോഹിത് കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അലീന നോക്കുമ്പോഴേക്കും അലീനയുടെ മുറിയിൽ ഒരു പട്ടുസാരി, നല്ല ക്രീം കളർ ഒരു പട്ടുസാരി, അതിന്റെ കൂടെ കുറച്ച് ആഭരണങ്ങൾ ഒക്കെ ഉണ്ട്. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, ഇത് തനിക്കുള്ളതാണോ എന്ന രീതിയിൽ അലീന ഇത് നോക്കുന്നുണ്ട്. അത് കണ്ട് ബാലചന്ദ്രൻ പണ്ട്, മോളെ അത് മോൾക്കുള്ളതാ, അതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വേണം മോൾ എൻ്റെ കൂടെ വരാൻ. അതെന്താ വെച്ചാ എന്നെ കെട്ടിച്ചു വിടാനുള്ള വല്ല ഉദ്ദേശമാണോ അച്ഛന്? അല്ല, ഇതൊക്കെ കാണുമ്പോഴേ എനിക്കെന്തോ എന്നെ കെട്ടിച്ചു വിടുന്ന പോലെ തോന്നുക. ഓ, നിന്നെ കെട്ടിച്ചിടുന്നത് കുളത്തൂർ പുഴയിലല്ലേ, നമ്മുടെ മനുവിന്റെ വീട്ടിലേക്ക്. ഓ, അച്ഛൻ്റെ ഒരു തമാശ. എന്താ അങ്ങനെയല്ലേ? ഒന്ന് പോവച്ചാ, അച്ഛനും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. അല്ല മോളതൊക്കെ ഇട്ട് വേഗം റെഡിയാവും. ദേ പിള്ളേര് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങണം, അവർക്ക് വെറുതെ വിഷമമുണ്ട്, അതുകൊണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി. ശരി എന്ന് അലീന പറയാണ്. അങ്ങനെ ബബിതയും കൃഷ്ണജയൊക്കെ കോളേജിൽ പോകുന്നില്ലെന്ന് വെച്ചാൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ. അത് നിങ്ങളെന്താ ഇന്ന് സ്കൂളിലൊന്നും കോളേജിലൊന്നും പോകുന്നില്ലേ? ഇല്ല, ഇന്ന് അലീന ചേച്ചി പോവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ലെന്ന് വെച്ചു. അങ്ങനെ എന്നാൽ ശരിയാവില്ല, ക്ലാസ് ഒന്നും കളയണ്ട എന്ന് ബാധ്യത പറയുമ്പോൾ അത് വേണ്ട, അത്ര നേരമെങ്കിലും ഞങ്ങൾക്ക് അലീന ചേച്ചിനെ കണ്ടുകൊണ്ടിരിക്കാലോ എന്ന് ബബിജയും കൃഷ്ണജയും രോഹിത്തും പറയാണ്. അങ്ങനെ ക്ലാസ്സിലൊന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ അവർ പോവാത്തത് കൊണ്ട് തന്നെ അലീന റെഡി ആവാൻ വേണ്ടി ഉള്ളിൽ പോവുകയാണ്.
അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അലീന റെഡി ആയിട്ടൊക്കെ വരുവാണ്. സാരിയെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും എല്ലാവരും കണ്ണു തള്ളി നോക്കി നിൽക്കേണ്ടത് അലീന ചേച്ചി തന്നെയാണോ, അലീന ചേച്ചിക്ക് എന്തൊരു മാറ്റാണ് എന്ന രീതിയില്. മക്കളെ അപ്പനെ ഇറങ്ങുവാട്ടോ, ചേച്ചി പോയേ പറ്റുമല്ലേ അച്ഛാ, ചേച്ചിനെ കൊണ്ടുപോയേ പറ്റുമല്ലേ, 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതിയോ അച്ഛാ. അത് കൃഷ്ണമോട് ചോദിക്കും, മോളെ 2 ദിവസം കഴിഞ്ഞാലും 1 മാസം കഴിഞ്ഞാലും അലീന ചേച്ചിക്ക് പോയല്ലേ പറ്റൂ. പിന്നെ നോക്ക്, നിങ്ങളുടെ ചേച്ചി അലീന ചേച്ചി, അവള് തിരിച്ചു വരും. അതുപോരെ, ദേ നിങ്ങളൊക്കെ ഒരു പ്രായമാകുമ്പോഴേക്കും കെട്ടിച്ചു വിടേണ്ട പിള്ളേരാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദേ അലീന ചേച്ചിക്ക് കെട്ടിക്കാനുള്ള പ്രായമായില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ കെട്ടിച്ചിടുമ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കേണ്ട ചേച്ചിയല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ മതി മക്കളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാണ് ബാലചന്ദ്രൻ. രോഹിത് പറയുന്നുണ്ട്, ചേച്ചി ദേ വെറും വാക്ക് പറയരുത് കേട്ടോ, പറ്റുമെങ്കിൽ ചേച്ചി ആഴ്ചയിലൊക്കെ കാണാൻ വരണം, 2-3 ദിവസങ്ങൾക്ക് കാണാൻ വരണം. ബാലചന്ദ്രൻ പണ്ട് അങ്ങനെ അവൾക്ക് ഇവിടെ തന്നെ നിന്നാ പോരേടാ എന്നിങ്ങനെ ചോദിക്കണം. അങ്ങനെ എല്ലാവരും വളരെ വിഷമത്തോടു കൂടി തന്നെ അലീനെ യാത്രയാക്കാണ്. അലീനയും ഒന്നും മിണ്ടുന്നില്ല, കരച്ചിലൊക്കെ പിടിച്ച് നിൽക്കാണ്. കാറിൽ കയറുന്നവർ അലീന ഇങ്ങനെ കരയാണ്ടിരുന്ന് നിൽക്കാണ്. കാറിൽ കയറി ബാലചന്ദ്രൻ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും അലീനയുടെ മുഖത്ത് നോക്കുമ്പോൾ അലീന ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കട്ടോ. ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത്, ഒരു പാടം പോലത്തെ സ്ഥലത്ത് നമ്മുടെ അലീനെ വണ്ടി നിർത്താണ് ബാലചന്ദ്രൻ. എന്നിട്ട് അലീനയുടെ അടുത്ത് പണ്ട് മോള് ഇറങ്ങ് എന്ന് പറയാണ്. അലീന പുറത്തേക്ക് ഇറങ്ങണ്ട, എന്താ വെച്ചാന്ന് ചോദിക്കുമ്പോൾ മോള് പൊട്ടിക്കരയണമെന്ന് എനിക്കറിയാം. മോള് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, ഇവിടെ ആരും കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും അലീനെ പൊട്ടിക്കരയാട്ടോ. അലീനെ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, അവരുടെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു, എനിക്കറിയാം മോളെ, പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, നിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മാത്രമേ നിന്റെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി മറുഘട്ടമാണ് നീ കടക്കാൻ വേണ്ടി പോണത്. അച്ഛനും എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും സത്യം പറ അച്ഛൻ എന്നെ എവിടെയാണ് കൊണ്ടുപോകാൻ പോണത്? അത് മോളെ ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞില്ല, അവിടെ എത്തിക്കഴിയുമ്പോൾ പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇനി നിന്നോട് സത്യം പറയണം, കാരണം നീ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. 10-23 വയസ്സുള്ളെങ്കിലും നിനക്ക് എന്നെക്കാളും പക്വതയുണ്ടെന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ നിന്നോട് പറയാം, നീ എവിടേക്കാണ് പോകാൻ പോണെന്ന്. കാരണം നിനക്ക് ആ ഒരു ഉൾബോധം എപ്പോഴും വേണമല്ലോ. ഇപ്പോ നീ എന്റെ വീട്ടിലേക്ക് ആദ്യം വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കറിയായിരുന്നു നിന്റെ അമ്മയുടെ വീടാണ് അത് എന്ന് അല്ലേ? എന്നിട്ട് നീ അതെല്ലാം മറച്ചു വെച്ചിട്ടില്ലേ അകത്തേക്ക് കയറിയത്? അതെ, അതുപോലെ തന്നെയാ നീ ഇനി വേറൊരു വീട്ടിലേക്ക് അകത്തേക്ക് കയറാൻ പോണത്, നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക്. അച്ഛൻ എന്തൊക്കെയാ പണത്? അച്ഛന്റെ വീട്ടിലേക്കോ? അതേ മോളെ, നിന്റെ സ്വന്തം അച്ഛൻ, നിന്റെ സ്വന്തം ചോര, അതായത് നിന്റെ വൈദ്യുതിന്റെ അമ്മയാണെങ്കിൽ നിന്റെ അച്ഛൻ ആരാണോ അദ്ദേഹത്തിന്റെ അടുത്തേക്കാ നീ പോവാൻ പോണത്. അച്ഛാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ അച്ഛൻ. അതേ മോളെ, ഞാൻ കണ്ടുപിടിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തേക്കാ നിന്നെ കൊണ്ടുപോകാൻ പോണത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാട്ടോ നീ മകളാണെന്ന്, നിന്നെ വലിയ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് അവിടെ സാധാരണ ഒരു രീതിയിലായിരിക്കും നീ കടന്നു പോകുന്നത്. പിന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ അദ്ദേഹം മോളായിട്ട് തന്നെ അവരെ മുമ്പിൽ നിർത്തുമായിരിക്കും. അങ്ങനെ തന്നെ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. ഞാനൊരു മണ്ടൻ, എനിക്കൊന്നും അറിയാത്തോണ്ട് നിന്നെ വേലക്കാരത്തിയാക്കി, മോളാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചേർത്ത് പിടിച്ചാനെ കേട്ടോ. ചിലപ്പോൾ ആ സമയത്ത് ദേഷ്യം കൊണ്ട് നിന്നെ എന്തിനു ചെയ്യുകയും ചെയ്താനെ. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ അത് നല്ലതിനായിരിക്കും എന്നൊക്കെ പറയണം. അപ്പൊ അലീനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ആരാണ് അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അലീന്റെ മനസ്സിൽ എപ്പോഴും ആരൊക്കെ അച്ഛനാണെന്ന് പറഞ്ഞാലും ബാലചന്ദ്രൻ തന്നെയാണ് തന്റെ സ്വന്തം അച്ഛൻ. ആര് ചോദിച്ചാലും തന്റെ പേര് അലീന ബാലചന്ദ്രൻ തന്നെ നമ്മുടെ അലീന പറയത്തുള്ളൂ. അങ്ങനെ അലീന ആ ഒരു വീട്ടിലേക്ക് കാല് കുത്താൻ വേണ്ടി പോവാണ്, നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.